പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ അടുത്ത ആഴ്ചയിൽ ഓഗസ്റ്റ് 15, 16, 17 തീയതികളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി നമ്മുടെ മിഷൻ ആഘോഷിക്കുന്നുണ്ട്. അത് 3 ദിവസങ്ങളിലായിട്ട് ദാജി സത്സംഗങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പല അഭ്യാസികളും വാട്സപ്പ് ഗ്രൂപ്പിലും പലപ്പോഴും നേരിട്ടൊക്കെ ചോദിക്കാറുണ്ട്, പെട്ടെന്ന് എന്താണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണന് ഈ ഹാർട്ട്ഫുൾനെസ്സിൽ ഇത്ര പ്രാധാന്യം? അതുപോലെ ഭഗവത്ഗീതയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ മിഷനിലിപ്പോൾ. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നത് ധീമഹി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. കോളേജ് സ്റ്റുഡൻസിന് ഉദ്ദേശിച്ചത്. പിന്നെ സ്ഥിതപ്രജ്ഞ എന്നുള്ള പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയ്ക്കും ഭഗവാൻ ശ്രീകൃഷ്ണനും ഹാർട്ട്ഫുൾനെസ്സിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു പ്രാധാന്യം വന്നത് എന്നുള്ള ചോദ്യം പല അഭ്യാസികളും ചോദിക്കാറുണ്ട്. ഈയിടെ എന്നോട് മറ്റൊരു വിചിത്രമായ ചോദ്യം ഒരാൾ ചോദിച്ചത്, ഭഗവത്ഗീത ഈ ചാതുർവർണ്ണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണല്ലോ, 4 വർണ്ണങ്ങളില്ലേ. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ജാതി വർണ്ണ വർഗ വ്യത്യാസമൊന്നുമില്ലാത്ത ഒരു നോൺ റിലീജിയസ് ഓർഗനൈസേഷനല്ലേ. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി നമ്മൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഗുരുപരമ്പരയോടുള്ള ഒരു ആദരവായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളെ ഭഗവത്ഗീത നടക്കുന്നത് എവിടെയാണ്? മഹാഭാരത യുദ്ധത്തിൻ്റെ നടുക്കിലാണ്. 2 സേനകളും പരസ്പരം കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ശംഖ് മുഴങ്ങിക്കഴിഞ്ഞു യുദ്ധം തുടങ്ങാൻ. ആ സമയത്താണ് ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സേനാനായകനെ വിഷാദം ബാധിക്കുന്നത്, അർജുനന്. അദ്ദേഹം യുദ്ധം തന്നെ ഉപേക്ഷിക്കാം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ഈ യുദ്ധം കൊണ്ട് എന്ത് നേടാനാണെന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ആ സേനാനായകനെ, ഒരു ഗൃഹസ്ഥാശ്രമിയും കൂടിയാണ് അദ്ദേഹം, അദ്ദേഹത്തിനെ വീണ്ടും ഉത്സാഹിയാക്കി തൻ്റെ സ്വധർമ്മം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമി. ആ ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം എങ്ങനെയാണ് നിർവഹിക്കുന്നത്? ആ നിർവഹിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിപൂർണത അതെന്താണ് എന്നാണ് വാസ്തവത്തിൽ ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഭഗവത്ഗീത 18 അധ്യായങ്ങളിൽ 700ഓളം ശ്ലോകങ്ങളായിട്ടിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരു പ്രാവശ്യം അത് തുടർച്ചയായിട്ട് വായിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 3 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ മാസ്റ്റേഴ്സ് പറയും, 3 മണിക്കൂർ നേരം യുദ്ധത്തിൻ്റെ ശംഖനാദം മുഴങ്ങിയതിന് ശേഷം 3 മണിക്കൂർ അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണനെ സംവേദിക്കാൻ സമയം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പോൾ പിന്നീട് ബാബുജി മഹാരാജാണ് പറഞ്ഞത്, ആകെ 10 ശ്ലോകങ്ങളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ വാക്കുകളുടെ രൂപത്തിൽ. അതിൽ 7 ശ്ലോകങ്ങൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രാവിലെയും ആദ്യത്തെ ദിവസം, 3 ശ്ലോകങ്ങൾ വൈകുന്നേരം യുദ്ധത്തിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാബുജി മഹാരാജിൻ്റെ അനുഗ്രഹത്താൽ ആ ശ്ലോകങ്ങൾ ഏതാണെന്ന് ദാജിക്ക് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ യൂട്യൂബിൽ കാണാൻ പറ്റും.
ഈ എല്ലാ ശ്ലോകങ്ങളും ഈ 18 അധ്യായങ്ങളിലായിട്ട് അത് പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശ്ലോകങ്ങളെന്ന് നമുക്ക് ഹാർട്ട്ഫുൾനെസ്സിലെ അഭ്യാസികൾക്കായിട്ട് ബാപ്പുജി മഹാരാജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും യൂട്യൂബിലുണ്ടത് കാണാം. ദാജി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥവും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ശ്ലോകങ്ങളുടെ എസൻസ്, അതിൻ്റെ സാരാംശം സംപ്രേഷണം ചെയ്യുക ചെയ്തു അദ്ദേഹത്തിലേക്ക്. അപ്പോൾ സംപ്രേഷണത്തിനെക്കുറിച്ചുള്ള പ്രതിപാദ്യം അങ്ങനെയാണ് വരുന്നത് ഭഗവത്ഗീതയിൽ. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ ശ്ലോകങ്ങളിലെ എസൻസ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനിലേക്ക് സംപ്രേഷണം ചെയ്യുന്നു. അങ്ങനെ സംപ്രേഷണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഉണർത്തുകയാണ് തൻ്റെ ധർമ്മം എന്താണെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞ ശ്ലോകങ്ങളാണോ ട്രാൻസ്മിറ്റ് ചെയ്ത ശ്ലോകങ്ങളാണോ പ്രാധാന്യം? രണ്ടും പ്രാധാന്യമുണ്ട്. എന്താണ് പറഞ്ഞതെന്താ? ഇത് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സംപ്രേഷണം ചെയ്തോ അതിൻ്റെ എസെൻസ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ പറഞ്ഞതും സംപ്രേഷണം ചെയ്തതും രണ്ടും ഒരുപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ പറയാത്ത ശ്ലോകങ്ങൾ, സംപ്രേഷണം ചെയ്തിട്ടുള്ള ആ ശ്ലോകങ്ങൾ ഭഗവാൻ വ്യാസൻ അത് എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ചത് എന്നത് ആ വൈബ്രേഷൻസ് പ്രകാശിക്കുന്ന ലോകത്തു നിന്നൊക്കെ നമ്മുടെ മീഡിയം അത് പിടിച്ചെടുക്കുന്ന പോലെ വ്യാസൻ ആ വൈബ്രേഷൻസ് പിക്ക് ചെയ്ത് അത് വാക്കുകളുടെ രൂപത്തിലാക്കിയിട്ടാണ് എഴുതുന്നത്. അങ്ങനെയാണ് ഭഗവത്ഗീത വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ പ്രിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഭ്യാസി എന്ന് പറഞ്ഞാൽ അർജുനനാണെന്ന് പറയാം. അർജുനനിലേക്കല്ലേ സംപ്രേഷണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗുരുപരമ്പര തുടങ്ങുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിലാണെന്ന് ബാബുജി മഹാരാജ് ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ മിഷൻ രൂപപ്പെടുത്താനും ഏത് രീതിയിലാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ബാബുജി മഹാരാജിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ പ്രകാശിത ലോകത്തു നിന്നുള്ള സന്ദേശങ്ങളിൽ പലതിലും നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് ഭാവിയിൽ എല്ലാ ആധ്യാത്മിക സംഘടനകളും യോജിച്ച് ഹാർട്ട്ഫുൾനെസ് മാത്രമേ നിലനിൽക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം ഇപ്പോൾ ദാജിയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു. 90ഓളം ആധ്യാത്മിക മതസംഘടനകൾ ഒരുമിച്ച് കാന ശാന്തിവനത്തിൽ ഒന്നിച്ചു കൂടുന്ന ഒരു അത്യപൂർവമായിട്ടുള്ളൊരു അവസരം ഉണ്ടായി. ബാബുജി മഹാരാജ് 1944 പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പ്രായോഗികമായിട്ട്. അപ്പോൾ പലപ്പോഴും കാരണവും പ്രഭാവവും തമ്മിലുള്ള ഈ അന്തരം വളരെ വിശാലമാവുന്ന സമയത്ത് നമുക്ക് പ്രഭാവം കാണാൻ ചിലപ്പോൾ കാരണം എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ കാരണം കാണും നമ്മൾ, പക്ഷെ പ്രഭാവം കാണില്ല. അപ്പോൾ അത് കാണുന്ന ആളുടെ ദർശനത്തിൻ്റെ പരിമിതിയാണ് അത് കാണിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കറിയാം, അദ്ദേഹം യുഗപുരുഷനാണ്. പലപ്പോഴും മഹാഭാരതത്തിൽ അദ്ദേഹത്തിനെ രാജയോഗി വാസുദേവൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. രാജയോഗിയും കൂടിയാണ്. മാത്രമല്ല, ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള യോഗ സമ്പ്രദായത്തെക്കുറിച്ച് അതിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ വേദങ്ങളെ 6 വ്യത്യസ്ത രീതിയിൽ നോക്കിക്കാണുന്ന രീതിയാണ് ഷഡ്ദർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാനമാണത്. ഈ ഷഡ്ദർശനങ്ങളെ ഒരു ഏകീകരിച്ച രൂപത്തിലാണ്, അതിൻ്റെ സമഗ്രമായ രീതിയിൽ ഒരു സാരാംശ രൂപത്തിലാണ് ഭഗവത്ഗീതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.
അങ്ങനെ ഒരു പ്രസക്തിയും കൂടിയുണ്ട് ഭഗവത്ഗീതയ്ക്ക്. അപ്പോൾ അർജുനൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഏത് മാർഗമാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും ഫലപ്രദവും എന്ന് ചോദിക്കേണ്ടത്. കാരണം പല യോഗ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം എന്ന് പറയും. രാജയോഗയാണ് ഏറ്റവും നല്ലത് പറയുന്നത്. രാജയോഗയാണ് നമ്മൾ അനുവർത്തിക്കുന്ന ഹാർട്ട്ഫുൾനെസ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അർജുനൻ ഭഗവത്ഗീതയുടെ അവസാനമാകുമ്പോഴേക്കും ഭഗവാനെ അങ്ങേ ഞാൻ എൻ്റെ ഭാര്യയുടെ സഹോദരനായിട്ടാണ് കണ്ടിരുന്നു, സുഹൃത്തുക്കായിട്ട് കണ്ടിരുന്നു. അങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാണെന്ന് ഞാൻ അറിയുന്നു. ഇപ്പം എനിക്ക് അങ്ങേ യഥാർത്ഥ രൂപത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭാവി തലമുറ അങ്ങേ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിനും വളരെ പ്രസക്തമാണ്. ഏത് ജീവജാലങ്ങളും അതിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ ഹൃദയമേ പശ്യസി എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാനുണ്ടായിരിക്കും. അത് ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. ഹൃദയത്തിലാണ് ഈശ്വരൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഹൃദയത്തിലെ ദിവ്യപ്രകാശം എന്നുള്ള സങ്കല്പത്തിൽ ധ്യാനിക്കുന്നതിൻ്റെ ഒരു വിത്ത് രൂപത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ അതിനും പ്രസക്തിയുണ്ട്. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദയത്തിൽ ധ്യാനിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഏകദേശം 30ഓളം ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. അതിലെ പല ശ്ലോകങ്ങളും നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്ന പാഠ്യപദ്ധതിയിൽ ഹാർട്ട്ഫുൾനെസ് ഒഡീസി ഫോർ പേഴ്സണൽ എക്സലൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അധ്യായങ്ങളിലും 1-2 ശ്ലോകങ്ങളുണ്ടാവും. അതിൽ ഒരുപാട് ശ്ലോകങ്ങൾ പല രീതിയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇന്ന് ന്യൂറോ സയൻസും അത് തെളിയിച്ചു കഴിഞ്ഞു. ഹൃദയവും മനസ്സും തമ്മിലുള്ള ഫീൽഡിലാണ് മനുഷ്യൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത്. മറ്റൊന്ന് ബാബുജി മഹാരാജായിട്ടുള്ളൊരു ഭഗവാന്റെ ആശയവിനിമയത്തിൽ അദ്ദേഹം പറയും, എൻ്റെ ശിഷ്യന്മാർ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല സ്ഥലത്തും ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ അവരിലേക്ക് സംപ്രേഷണം ചെയ്യണമെന്ന് ബാബുജി മഹാരാജനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെടും. അങ്ങനെ ബാബുജി ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാബുജി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. വളരെ വിനയത്തോടെ ബാബുജി മഹാരാജ് അതിന് പകരമായിട്ടൊരു റിക്വസ്റ്റ് വയ്ക്കുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട്. അതായത് ഹാർട്ട്ഫുൾനെസ്സിലെ ആത്മാർത്ഥതയുള്ള അഭ്യാസികൾക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം അത് ഉണ്ടാവണം എന്നാണ് റിക്വസ്റ്റ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തഥാസ്തു, അപ്രകാരം സംഭവിക്കട്ടെ. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ യുഗപുരുഷൻ്റെ ഒരു ഗ്യാരണ്ടിയാണ് എന്ത്? ആത്മാർത്ഥതയുള്ള ഒരു അഭ്യാസിക്ക്, രാജയോഗിക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടം അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. അത് അപ്പം അങ്ങനെ ഒരു വാഗ്ദാനം ബാബുജി മഹാരാജ് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടുള്ള കണക്ഷൻ ജീവിച്ചിരിക്കുന്ന ഗുരുവിൽ കൂടിയാണ്. നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ബാബുജി മഹാരാജ് സംസാരിച്ച പോലെ നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ സാധ്യമല്ലല്ലോ. അവരുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ആ പരിശുദ്ധിയിൽ എല്ലാ സത്യങ്ങളും അതിൽ പ്രതിഫലിക്കുകയാണ്. രാജ്യപോലെ ഒരു തടാകത്തിലെ വെള്ളം പരിശുദ്ധവും നിശ്ചലവുമാണെങ്കിൽ അതിൻ്റെ കരയിൽ നിൽക്കുന്ന മരങ്ങളുടെയും അതുപോലെ കെട്ടിടങ്ങളുടെയും പ്രതിഫലനം ആ തടാകത്തിൽ കാണാം. ഈ തടാകത്തിൻ്റെ പരിശുദ്ധി നിശ്ചലതയുടെയും
ആഴം കൊണ്ട് ഏതാണ് പ്രതിഫലനം ഏതാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് പരിശുദ്ധമാക്കപ്പെട്ട മനസ്സും ഇന്ദ്രിയങ്ങളുമുള്ള ഒരു യോഗി യാഥാർത്ഥ്യത്തെ അദ്ദേഹത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. അതുതന്നെയാണ് പ്രകാശലോകം എന്നുള്ള സന്ദേശങ്ങൾ നമ്മുടെ മീഡിയവും സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആശയം. അപ്പോൾ നമ്മൾ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ അന്തസ്സത്ത നമുക്ക് പിടികിട്ടുക. നേരെ മറിച്ച് നമ്മളിതെല്ലാം ഒരു ശാസ്ത്രരൂപത്തിൽ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആശയക്കുഴപ്പമാണ് പലപ്പോഴും ഉണ്ടാവുക. അത് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭഗവത്ഗീതയായാലും പ്രസ്ഥാനത്രയമായാലും നമ്മൾ ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ധ്യാനത്തിൻ്റെ ഒരു റെഫറൻസ് ഗ്രന്ഥങ്ങളായിട്ട് ഇതിനെ ഉപയോഗിക്കുക. ഭഗവത്ഗീതയിൽ പറയുന്ന തത്വങ്ങൾ ഹാർട്ട്ഫുൾനെസ്സിൽ നിന്ന് വ്യത്യസ്തമല്ല. ധ്യാനം കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താ? ജീവിച്ചിരിക്കുന്ന ഗുരുവിൽ കൂടിയാണ് നമുക്ക് സംപ്രേഷണം കിട്ടുന്നത്. സംപ്രേഷണത്തിലുള്ള ധ്യാനമാണ് നമ്മുടെ ബോധത്തെ വികസിപ്പിച്ച് ഈ വസ്തുതകളെ മനസ്സിലാക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. അതായത് ഈ യുഗപുരുഷനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ സംപ്രേഷണം എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഗുരുവിനോടുള്ള സ്നേഹവും ആദരവും സ്മരണയാണ്. അത് കൂടി വരിക ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ റെഫറൻസുകൾ വരുമ്പോൾ നമുക്ക് സംഭവിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പമില്ല എന്നർത്ഥം. ഇനി ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരു ചോദ്യം ചോദിച്ചത് ചാതുർവർണ്ണ്യം, അതിനെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ. ഹാർട്ട്ഫുൾനെസ് നോൺ റിലീജിയസ് ഓർഗനൈസേഷനല്ലേ, അതൊരു ശ്ലോകം ഉണ്ട് ഭഗവത്ഗീതയിൽ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗം എന്ന് പറയും. അതാണ് ഈ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് 4 വർണ്ണങ്ങൾ. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി എന്നല്ല, നിറം എന്നാണ്. നിറം. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചിട്ട് നമ്മുടെ ഓറ ഇമേജിങ് മെഷീൻ ഉണ്ട്. നമ്മുടെ ചുറ്റും 8 അടി നീളവും 4 അടി വീതിയിലൊരു വൈദ്യുത കാന്തിക മണ്ഡലമുണ്ട്. അതിന് ഓറ. നമ്മൾ പഴയ ചിത്രങ്ങളിലൊക്കെ ഈശ്വരന്മാരുടെ ചുറ്റും കാണില്ലേ, ഓറ. അപ്പോൾ ആ ഓറയുടെ കളറും അതിൻ്റെ നിലവാരമൊക്കെ മനസ്സിലാക്കാൻ ശാസ്ത്രീയമായിട്ടൊന്ന് ഓറ ഇമേജിങ് മെഷീനുണ്ട്. കിർലിൻ ക്യാമറ എന്ന് പറയും. ആ ക്യാമറയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ ഓറയുടെ കളർ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഓറയുടെ കളറ് എന്തിനടിസ്ഥാനത്തിലാണ്? ഈ വ്യക്തിയുടെ കർമ്മങ്ങളുടെ ഗുണത്തിനനുസരിച്ചിട്ടാണ്. അതാണ് ഗുണകർമ്മ വിഭാഗം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഓറ ഇമേജിങ് മെഷീനിൽ വളരെ ലൗകികനായിട്ടുള്ള ആൾ, ഭൗതികതയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓറയുടെ കളറ് ചുവപ്പായിട്ട് അവർ കാണുക. അതുപോലെ ഒരു മോക്ഷപ്രാപ്തി കിട്ടിയിട്ടുള്ള ഒരു ആത്മാവാണെങ്കിൽ ഓറയുടെ നിറം നീലയാണ്. സാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ആത്മാക്കളാണെങ്കിൽ അത് ഗോൾഡൻ യെല്ലോ കളറാണ്, കാവി. അതുകൊണ്ടാണ് കാവി വസ്ത്രങ്ങൾ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ഗോൾഡൻ യെല്ലോ കളറാണ് ഓറയ്ക്ക്. ത്യാഗികളായിട്ടുള്ള ആൾക്കാർക്ക് മഞ്ഞ നിറമാണ് ഓറയ്ക്ക്. അപ്പോൾ മഹത് വ്യക്തികൾക്ക് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ ഈ കിർലിൻ ക്യാമറയോ അല്ലെങ്കിൽ ഓറ ഇമേജിങ് മെഷീനില്ലാണ്ട് തന്നെ അവരുടെ ഓറ അറിയാൻ പറ്റും. അതറിയാത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് അറിയിക്കാനായിരിക്കും ആ കളറിലെ ഡ്രസ്സുകൾ ആൾക്കാരിടുന്നത്. ഇപ്പോൾ കാവി വസ്ത്രം ഇട്ടാൽ നമുക്ക് സാക്ഷാത്കാരം കിട്ടിയ വ്യക്തിയുടെ ഓറ ഗോൾഡൻ യെല്ലോ ആണ്. അപ്പോൾ ഇദ്ദേഹം കാവി വസ്ത്രമായിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ സാക്ഷാത്കാരമായി എന്ന് പറയാൻ പറ്റില്ല അത്. അപ്പോൾ അങ്ങനെയാണത് വന്നതെന്നർത്ഥം. അപ്പോൾ
അതിൽ പറയണത് ചാതുർവർണ്ണത്തെക്കുറിച്ച് പറയണത് വർണ്ണാശ്രമധർമ്മം എന്നാണ്. വർണ്ണം, ആശ്രമം, ധർമ്മം, 3 വാക്കാണ്. വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് ഭഗവത്ഗീത അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ വർണ്ണം നമ്മൾ പറഞ്ഞു 4 വർണ്ണങ്ങൾ, ആശ്രമം അത് 4 എണ്ണമുണ്ട്, ധർമ്മം അത് 4 എണ്ണമുണ്ട്. നേരെ മൊത്തം 12 എണ്ണമാണ്. അപ്പോൾ വർണ്ണം 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, അതാണ് 4 വർണ്ണങ്ങൾ. ആശ്രമം 4 എന്ന് പറഞ്ഞാലോ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ധർമ്മം 4 എന്ന് പറഞ്ഞാലോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇങ്ങനെ വർണ്ണാശ്രമധർമ്മം 12 എണ്ണമാണ്. തുടങ്ങുന്നത് ശൂദ്രനിൽ നിന്നാണ്. അതായത് എല്ലാവരും ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അസംതൃപ്തമായ വ്യക്തിത്വം എന്നാണ്. ഭൂമി, നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ പോയിൻ്റ് ഭൂമിയല്ലേ. അതിൻ്റെ സ്വഭാവം എന്താണ്? സംതൃപ്തി അസംതൃപ്തി തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അപ്പോൾ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അസംതൃപ്തമായ വ്യക്തിത്വം. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ എന്താ ചെയ്യുക? കരച്ചിലർ. അപ്പോൾ കരയണേൻ്റെ ഉദ്ദേശം എന്താണ്? അസംതൃപ്തികൾ കാണിക്കണം. ആ അർത്ഥത്തിലാണ് എല്ലാവരും ശൂദ്രനായിട്ട് ജനിക്കുന്നതെന്ന് പറഞ്ഞാൽ. കരഞ്ഞുകൊണ്ടല്ലേ ജനനം. അത് കഴിഞ്ഞ് ഈ 12 സ്റ്റെപ്പുകളെ കൂടി കടന്നുപോയി അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമാണ്. അപ്പോൾ അസംതൃപ്തമായ ശൂദ്രൻ എന്നുള്ള അവസ്ഥയിൽ എല്ലാവരും ജനിച്ച് മോക്ഷപ്രാപ്തി എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ 12 സ്റ്റേജുകളാണ് വർണ്ണാശ്രമധർമ്മമായിട്ട് ഭഗവത്ഗീത പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാം ബാധിക്കുന്ന ഒരവസ്ഥ, അസംതൃപ്തനെ എല്ലാം ബാധിക്കുന്നു. അവസാനത്തെ സ്റ്റെപ്പ് ഒന്നും ബാധിക്കാത്ത അവസ്ഥ. ആ ഒന്നും ബാധിക്കാത്ത അവസ്ഥയാണ് ഭഗവത്ഗീതയിൽ എന്ന് പറയുന്നത്. ആത്മാവിനെ ഒന്നും ബാധിക്കില്ല എന്ന് പറയുന്നത്. നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. അതായത് ആത്മാവിനെ കാറ്റിനെ ഉണക്കാൻ പറ്റില്ല, വെള്ളത്തിന് അതിനെ നനയ്ക്കാൻ പറ്റില്ല, കത്തി കൊണ്ട് അതിനെ മുറിക്കാൻ പറ്റില്ല, ഒന്നും ബാധിക്കില്ല എന്നർത്ഥം. അപ്പോൾ എല്ലാം ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നും ബാധിക്കാത്ത അവസ്ഥയിലേക്ക് 12 സ്റ്റേജിൽ കൂടെ മനുഷ്യൻ്റെ പരിണാമത്തിനെയാണ് വർണ്ണാശ്രമധർമ്മം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ ഇനി ഇത് പ്രശ്നമാണ്. ആളുകൾക്ക് ഇത് വായിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, പുരുഷ സൂക്തങ്ങളിൽ പറയുന്നുണ്ട് ബ്രാഹ്മണസ്യ മുഖമാസി. അതായത് വിരാട് പുരുഷൻ, ഈശ്വരൻ, ഭഗവാൻ ഇതിൽ വിശ്വരൂപ ദർശനം കാണിക്കുന്നത്. വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്നാണ് ബ്രാഹ്മണൻ ഉണ്ടായത്. തോളിൽ നിന്നാണ് ക്ഷത്രിയൻ ഉണ്ടായത്. അരക്കെട്ടിൽ നിന്നാണ് വൈശ്യൻ ഉണ്ടായത്. കാലുകളിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത്. ഇതാരുടെ? വിരാട് പുരുഷൻ്റെയാണ്. അതായത് ഈശ്വരൻ്റെ 4 ഭാഗങ്ങൾ പറയുകയാണ്. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറയാം. എന്തുകൊണ്ടത്? മുഖം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? മുഖത്താണ് എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും ഉള്ളത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എല്ലാം മുഖത്താണുള്ളത്. അതായത് സാക്ഷാത്കാരത്തിനുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളും മുഖത്താണ്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള കാര്യത്തിലേക്ക് നീങ്ങുക, അതാണ് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിൽ. ബ്രഹ്മത്തിനെ അറിയുക എന്നുള്ള അർത്ഥത്തിലാണ് ബ്രാഹ്മണൻ. അപ്പോൾ അത് ആത്മാവാണ്. അപ്പോൾ മുഖം എന്ന് പറയുന്നത് ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു, വിരാട് പുരുഷൻ്റെ. ഈ തോൾ എന്തിനാണ്? അത് നമ്മളെ സംരക്ഷിക്കാനാണ്. ക്ഷത്രിയൻ അത് ബുദ്ധിയാണ്. ശരി ഏത് തെറ്റേതെന്ന് മനസ്സിലാക്കാൻ, നമുക്ക് സംരക്ഷണം തരാൻ. അതിനെ ക്ഷത്രിയൻ എന്ന് പറയുന്നു. അതെവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്. അപ്പോൾ തോളിനെ ക്ഷത്രിയനായിട്ട് പറയണു, അത് ബുദ്ധിയാണ്. അപ്പോൾ മുഖം എന്ന് പറയുന്നത് ആത്മാവ്, തോള് എന്ന് പറയുന്നത് ബുദ്ധി.
അരക്കെട്ട് മനസ്സാണ്. എന്താ കാരണം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്രയവിക്രയമാണത്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങണമെങ്കിൽ നമുക്ക് നമ്മുടെ അരക്കെട്ട് വേണം. അപ്പോൾ അത് മനസ്സാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയം. ആശയവിനിമയത്തിലാണ് നമ്മുടെ മനോഭാവം, പെരുമാറ്റ രീതി, നമ്മുടെ സംസാരം വരുന്നത്. അപ്പോൾ അവിടെ പരിഷ്കരണം ആവശ്യമുണ്ട്. അപ്പോൾ അരക്കെട്ട് നിന്നാണ് വൈശ്യൻ എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന ആളതല്ലേ നമ്മൾ മനസ്സിലാക്കുക. അതിൽ നിന്നാണ് വിസ എന്നുള്ള വാക്കുണ്ടായത്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ സംസ്കൃത വാക്കാണത്. അപ്പോൾ കാലുകൾ എന്ന് പറഞ്ഞാൽ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ പണ്ട് ശരീരം മുഴുവൻ, കാലിൽ ഇതിനെ മുഴുവൻ താങ്ങി വയ്ക്കുന്നത് എന്താണ്? അരക്കെട്ടിനെയും തോളിനെയും തലയൊക്കെ കൊണ്ടു നടക്കുന്ന ആരാണ്? കാലുകളാണ് ശൂദ്രൻ. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ പോയിൻ്റ് ഭൂമി എന്ന് പറയുന്നത് അസംതൃപ്തി. നമ്മൾ പറയും സംതൃപ്തി, സമാധാനം, സ്നേഹം, ധൈര്യം, വ്യക്തത, അങ്ങനെയുള്ള 5 ഹൃദയമണ്ഡലത്തിലെ പോയിൻ്റുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വിരാട് പുരുഷൻ്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ അസംതൃപ്തി, ശരീരത്തിന് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. എപ്പോഴും എല്ലാം ബാധിക്കും അത്. ധ്യാനം ചെയ്യണമെങ്കിലും ശരീരം വേണം, മനസ്സ് പ്രവർത്തിക്കണമെങ്കിലും ശരീരത്തിൽ വേണം പ്രവർത്തിക്കുക, നമ്മളെ സംരക്ഷിക്കണമെങ്കിലും ശരീരം വേണം, മുഖം. അപ്പോൾ ശൂദ്രൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ അത് ശരീരമാണ്. അപ്പോൾ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ് എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളുകൾ, മുഖം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ അല്ലെങ്കിൽ ആത്മാവ്. ഇതാണ് ഇതിൽ വിശദമാക്കുന്നത്. അപ്പോൾ അവിടെയും പരിണാമത്തിൻ്റെ ഒരു ഘട്ടങ്ങളാണ് പറയുന്നത്. ഇനി ഇപ്പോൾ 4 വർണ്ണങ്ങൾ പറഞ്ഞു: ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ. അടുത്തത് എന്താണ്? ആശ്രമങ്ങൾ 4 പറയും. ഏതൊക്കെയാ? ബ്രഹ്മചര്യം, പിന്നെന്താ? ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം, സന്യാസം. അപ്പോൾ അതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മചര്യത്തിലാണ് തുടക്കം. എന്താണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ? എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങുന്നു, ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു, ബ്രഹ്മത്തിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. ഈശ്വര സർവഭൂതാനാം. അതുപോലെ ഈശാവാസ്യമിതം സർവം, ഈശാവാസ്യ ഉപനിഷത്തിൽ. അപ്പോൾ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മചര്യം നമ്മൾ വിദ്യാഭ്യാസ കാലത്ത് എല്ലാവരും ബ്രഹ്മചാരി ആയിരിക്കണം എന്ന് പറയും. അതായത് അറിവ് സമ്പാദിക്കുന്ന സമയത്ത്. അപ്പോൾ അറിവാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മചാരി ആരാന്നും ഭഗവത്ഗീതയിൽ അല്ല ഈ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പരീക്ഷിത്ത് ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് ബ്രഹ്മാസ്ത്രം കൊണ്ട് അദ്ദേഹം ചാവെള്ളയായിപ്പോയി, മരിച്ചു. അപ്പോൾ ആകാശത്തു നിന്ന് ഒരു അശരീരി ഉണ്ടായി. ഒരു ബ്രഹ്മചാരി തൊട്ട് കഴിഞ്ഞാൽ ഈ കുട്ടി പുനർജനിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി വേഗം ഒരു ബ്രഹ്മചാരി കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് പോരും, നമ്മുടെ കയ്യിൽ ആകെ കൂടി ഒരു ബ്രഹ്മചാരി ഉള്ളത് ഭീഷ്മരാണ്. അപ്പോൾ ഈ കുട്ടിയെ വേഗം കൊണ്ടുപോയി ഭീഷ്മർ എവിടെയാണ്? ഭീഷ്മർ ശരശയിലാണ്, യുദ്ധത്തിൻ്റെ അവസാനത്തിൽ നടക്കുന്നത്. വേഗം ഭീഷ്മരുടെ അടുത്ത് കൊണ്ടുപോയി കുട്ടീനെ ജീവിപ്പിക്കാമെന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ഭീഷ്മരോട് കാര്യം പറഞ്ഞു. ഭീഷ്മർ പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിൽ വലിയ ഉറപ്പില്ല. കാരണം പണ്ട് വിചിത്രവീരിന് വേണ്ടിയിട്ട് കാശിയിലെ രാജകുമാരിമാരുണ്ടല്ലോ, അംബ, അംബിക, അംബാലിക, അവരെ തട്ടിക്കൊണ്ടുപോകാൻ ചെന്നപ്പോൾ അതിൽ അംബയുടെ കൈ പിടിച്ചപ്പോൾ എന്തോ ഒരു കാന്തിക മണ്ഡലം എൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയ മാതിരി എനിക്കൊരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടൊരു 0.1% ഇമ്പ്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്കതിൽ ഉറപ്പില്ലാതെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തി. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ വേഗം പോയി ഒരു ബ്രഹ്മചാരി കൊണ്ടുവരും, ഇങ്ങനെ ഒരു അശരീരി ഉണ്ടായത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാനല്ലേ ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട് കാലിൽ കൊണ്ട് ഈ കുട്ടീനെ തൊടുകയാണ്. കുട്ടി പുനർജനിച്ചു. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ 8 ഭാര്യമാരും 80 കുട്ടികളുള്ള ആൾ എങ്ങനെയാണ് ബ്രഹ്മചാരിയാവണമെന്നുള്ളത്.
അപ്പോഴാണ് ഭഗവാൻ വ്യക്തമാക്കുക, ബ്രഹ്മചാരി എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മത്തിൽ ചരിക്കുന്ന ആളെന്നാണ്. എന്താണ് ബ്രഹ്മം? ബ്രഹ്മത്തിൻ്റെ ചലനാത്മകതയാണ് പ്രപഞ്ചമായിട്ട് വരുന്നത്. അതിനെയാണ് പുരുഷൻ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മം തന്നെ നിശ്ചലമായിട്ട് ഉള്ളിലിരിക്കുന്നു, ബാഹ്യമായിട്ട് ചലിക്കുന്നു. അപ്പോൾ നിശ്ചലമായി നിൽക്കുന്നതിനെ പുരുഷനെന്നും ചലിക്കുന്നതിനെ ബാഹ്യത്തിനെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകൃതി പുരുഷ സംഘാതത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തത്വം മനസ്സിലാക്കുന്ന ആളെയാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. ബ്രഹ്മചാരിക്ക് ഒരു നിർവചനം ഭഗവാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് മനസ്സിലാക്കുന്നതാണ് ബ്രഹ്മചര്യം. നമ്മൾ പഠിക്കുന്ന കാലത്തുള്ള ഭാഗമല്ല ഇത് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ള അർത്ഥത്തിൽ. എന്താണ് ആ ജ്ഞാനം? പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ്, അതിൽ എൻ്റെ സ്ഥാനം എവിടെയാണ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഈ ബ്രഹ്മചര്യം. നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സ് മാറ്റിക്കഴിഞ്ഞാൽ സാക്ഷാത്കാരം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ബ്രഹ്മചര്യം. ആ തത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, പ്രപഞ്ചത്തിൻ്റെ ഘടന എന്താണ്. പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ്? ഗാർഹസ്ഥ്യമാണ്. ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതന്നെ ഈ തത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതായത് ആന്തരികമായിട്ട് ബ്രഹ്മം നിശ്ചലമായിരിക്കുന്നു, ബാഹ്യമായിട്ട് ചലിക്കുന്ന പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം പോലെയാണ്. അതിൻ്റെ ന്യൂക്ലിയസ് നിശ്ചലമായിട്ട് നിൽക്കുന്നു, ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങണ പോലെ. ഒരു കൂട് കെട്ടി അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ഗൃഹസ്ഥാശ്രമം. ഈ തത്വം മനസ്സിലാക്കിയിട്ട് ഈ കൂടിൻ്റെ ഉള്ളിൽ, അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മികമായി ജീവിക്കുന്ന രീതിയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമിക്കാണ് ഹാർട്ട്ഫുൾനെസ്സിൽ സാക്ഷാത്കാരത്തിന് യോഗ്യതയുള്ളൂ എന്ന് പറയാൻ കാരണം അതാണ്. അതായത് ഈ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് ശരിയായ രീതിയിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഗൃഹസ്ഥാശ്രമം. അടുത്ത സ്റ്റേജ് എന്താ? വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം നമ്മൾ മനസ്സിലാക്കി ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, കുറേ കഴിയുമ്പോൾ നമ്മൾ മുമുക്ഷോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ കൂട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ എന്താണ് വഴി എന്നാലോചിക്കും. അപ്പോൾ അതാണ് മുമുക്ഷു എന്ന് പറയുന്നത്. അപ്പോൾ ആ മുമുക്ഷുവിൻ്റെ അവസ്ഥേനെയാണ് നമ്മൾ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗം. നമുക്ക് ഈ വക സാധനങ്ങളൊന്നും വേണ്ട, ആന്തരികമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ലയത്തിലേക്കാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ത്യാഗത്തിൻ്റെ അവസ്ഥയാണ് സന്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇതിൻ്റെ മീനിങ്. ആ അവസ്ഥയിലെത്തുമ്പോഴാണ്, ആ ത്യാഗത്തിൻ്റെ അവസ്ഥയിലെത്തുമ്പോഴാണ് അടുത്തത് ധർമ്മം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യാണ്. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ധർമ്മം എന്ന് വെച്ചാൽ നിലനിൽപ്പ് എന്നുള്ള അർത്ഥമാണ്. അതായത് എല്ലാം ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നു, ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുന്നു, ബ്രഹ്മത്തിൻ്റെ ചലനാത്മകതയാണ് പ്രപഞ്ചമായിട്ട് വരുന്നത്. അപ്പോൾ പ്രപഞ്ചവും ബ്രഹ്മം തന്നെ, ആന്തരികമായിട്ട് പുരുഷനായിട്ടിരിക്കുന്നതും ബ്രഹ്മം തന്നെ എന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാത്തിനെയും നിലനിർത്തണം എന്നുള്ളൊരു ബോധം നമ്മളിൽ വരും. അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത്. ഒന്നിനും നമുക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല, എല്ലാത്തിനെയും നിലനിർത്തണം. ധർമ്മത്തിന് മഹത് വ്യക്തികളൊക്കെ 4 രീതിയിലാണ് പറയുന്നത്. നമ്മളെ നിലനിർത്തുന്നത് എന്താ നമ്മൾ ആലോചിക്കുക. ഞാൻ എന്തിനെയൊക്കെ നിലനിർത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചന. എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാത്തിനെയും നിലനിർത്തുന്നതിൻ്റെ ഘടന എന്താണെന്ന്. ഇതെല്ലാം ഒന്നാണ്. അതാണ് ധാർമ്മികത എന്ന് പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ധർമ്മം, എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭദ്രമാക്കുക. അതുകൊണ്ട് തന്നെ ഒന്നിനെ അനുകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും അതിൻ്റേതായ നിലനിൽപ്പുണ്ട്. അതെല്ലാം തന്നെ അതിൻ്റെ മഹത്വം വ്യക്തമാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രകടമായിരിക്കുകയാണ്. ആ പ്രകടമാവുന്ന സമയത്ത് ആന്തരികമായ നിശ്ചലതയും ബാഹ്യമായിട്ടുള്ള ഈ പ്രകടനം ആണ് സൃഷ്ടി. അതാണ് ധർമ്മം. അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ആലോചിക്കുക. അപ്പോൾ മനസ്സിലാവും നമുക്ക്. ഇതാണ് എന്ത്
ബ്രഹ്മത്തിൻ്റെ ചലനാത്മകതയാണ് പ്രപഞ്ചം എന്നുള്ള അർത്ഥം നമുക്ക് പിടികിട്ടും. ഈ ആകെ കാണുന്ന കാര്യങ്ങളിലേക്ക് അർത്ഥം നമ്മൾ ഗ്രഹിക്കുക. ആ അർത്ഥം ഗ്രഹിക്കുമ്പോൾ സമയത്ത് അടുത്ത സ്റ്റേജ് കാമം എന്നാണ്. അപ്പോഴാണ് ഈ കേന്ദ്രത്തിനോടുള്ള ആകർഷണം, അതിനെയാണ് കാമം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാമല്ല അത്. ഈ കേന്ദ്രബിന്ദുവിനോടുള്ള ആകർഷണം, അതാണ് കാമം. ആ കാമത്തോടുകൂടി അടുത്ത് സംഭവിക്കുക എന്താണ്? മോക്ഷം, സ്വാതന്ത്ര്യം നമുക്ക് സംഭവിക്കും. അതായത് അസംതൃപ്തമായ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള 12 സ്റ്റേജുകളാണ് വർണ്ണാശ്രമധർമ്മമായിട്ട് പറയുന്നത്. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ഹാർട്ട്ഫുൾനെസ്സിൽ ഇതിന് മൊത്തമായിട്ട് ബാബുജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ വിവേകം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആദ്യത്തെ 5 ചക്രങ്ങളിലുള്ള യാത്രയായിട്ടാണ് ഇത് മുഴുവൻ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ ആദ്യം നമുക്കുണ്ടാവുക എന്താണ്? ഇഷ്ടാനിഷ്ടങ്ങൾ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ആ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഹൃദയത്തിലൊരു പോയിൻ്റ് സി എന്നുള്ള പോയിൻ്റിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതോടുകൂടിയാണ് തുടക്കം. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ വസ്തുക്കളോടാവാം, വ്യക്തികളോടാവാം. വസ്തുക്കളോടാവുമ്പോൾ അത് എ എന്നുള്ള പോയിൻ്റിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. വ്യക്തികളോട്, ഓപ്പോസിറ്റ് സെക്സിനോടാവുന്ന സമയത്ത് ബി എന്നുള്ള പോയിൻ്റിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എയും ബിയും സിയും ഒരു ഇഷ്ടാനിഷ്ടം അല്ലെങ്കിൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് കൊണ്ട് ഈ 3 പോയിൻ്റുകളും അസ്വസ്ഥമാവുന്നു. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളെ പ്രവർത്തന മേഖല അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബിന്ദുക്കളിലുണ്ടാകുന്ന അസ്വസ്ഥത നമുക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ധാർമ്മികത നഷ്ടപ്പെടും, ഈ ഡിസ്റ്റർബൻസ്. അപ്പോൾ ആ ധാർമ്മികത നമ്മളിൽ കുറ്റബോധം ഉണ്ടാക്കും. അതാണ് പോയിൻ്റ് ഡിയിൽ ഒന്ന് സെറ്റിൽ ചെയ്തത്. അപ്പം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. സാധാരണ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് സി പോയിൻറ്റിലെ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ബാബുജി മഹാരാജ് ഒന്ന് സി പോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്താ ചെയ്യുക? ഹാർട്ട്ഫുൾനെസ്സിൽ നിരന്തര സ്മരണ. നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും മാസ്റ്റർ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്ത്, ആ കേന്ദ്രത്തിൻ്റെ വൈബ്രേഷൻസ് ഉള്ള ആളുമായിട്ട് കണക്ട് ചെയ്ത്, അദ്ദേഹം ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് നിരന്തര സ്മരണയാവുന്നത്. ബാബുജി മഹാരാജ് അതിനെ മറ്റൊരു രീതിയിൽ പറയും, ആന്തരികമായി നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നു എന്ന ബോധമുണ്ട്, ബാഹ്യമായി എല്ലാം ദിവ്യത്വത്തിൽ ലയിച്ചിരിക്കുന്നു എന്നുള്ള ബോധം. അതിനെയാണ് അദ്ദേഹം നിരന്തര സ്മരണ. ഇത് തന്നെ വേറൊരു രീതിയിൽ പറയുന്നു. അപ്പോൾ നിരന്തര സ്മരണയാണ് സി എന്നുള്ള പോയിൻറ്റിനെ സംരക്ഷിക്കാനായിട്ട് ഹാർട്ട്ഫുൾനെസ്സിലുള്ള രീതി. അതോടുകൂടി ഈ ചലനം സ്റ്റോപ്പാവും. പക്ഷേ എയിലും ബിയിലും നമ്മൾ ഒരുപാട് കർമ്മഫലങ്ങൾ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അധാർമികമായ ജീവിതം നയിക്കുന്നത്. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നമ്മൾ മെഡിറ്റേഷൻ, സാഹോദര്യം എന്നുള്ള ഐഡിയയിൽ, സാഹോദര്യം ധാർമ്മികതയുടെ അടിസ്ഥാന ആശയം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരേ ഉറവിടത്തു നിന്ന് വന്നു എന്നുള്ളത് ധാർമ്മികതയുടെ ആദ്യത്തെ പോയിൻ്റാണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റിലുള്ള മെഡിറ്റേഷൻ വളരെ വളരെ പ്രധാനമാണ്. ബാബുജി പറയും എ എന്നുള്ള പോയിൻ്റ് 13ാമത്തെ ചക്രവുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സങ്കല്പങ്ങളെല്ലാം തന്നെ നേരെ കേന്ദ്രമണ്ഡലത്തിലേക്ക് പോകും. കേന്ദ്രം അതിശക്തമായിട്ട് നമുക്ക് തിരിച്ചു തരും. ആ തിരിച്ചു വരുന്ന പ്രോസസ്സിലാണ് പുതിയ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്യുന്നത്. നമ്മുടെ മനോഭാവ പെരുമാറ്റ രീതി മാറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എ പോയിന്റിലെ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വളരെ ധാർമ്മികതയുടെ പോയിൻ്റാണ്, സാഹോദര്യത്തിൻ്റെ പോയിൻ്റ്. ബി എന്ന് പറയണതോ, ബിയിൽ നമ്മൾ ക്ലീനിങ് ചെയ്യുക. എന്താണ് അവിടെ? ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആകർഷണം, കാമമാണ്. അപ്പം അത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്നാണ്. അതിനാണ് ഗൃഹസ്ഥാശ്രമം. അപ്പോൾ അവിടെ വരുന്ന അസ്വസ്ഥതകളെ നമ്മൾ നീക്കാനാണ് ബി പോയിൻ്റ് ശുദ്ധീകരണം ചെയ്യുന്നത്.
താരതമ്യേന എ പോയിന്റിലുണ്ടാവുന്ന വൈബ്രേഷൻസിനേക്കാൾ ശക്തമാണ് ബി പോയിന്റിലുള്ള വൈബ്രേഷൻസ്. അതുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ എ പോയിന്റിലെ ധ്യാനം ബി പോയിന്റിലെ ക്ലീനിങ്ങോടുകൂടി ധാർമ്മികമായിട്ടുള്ള ജീവിത രീതിക്കുള്ള ഒരു പ്രചോദനം നമുക്ക് വരും. പിന്നീട് സി എന്നുള്ള പോയിന്റിനെ നമ്മൾ നിരന്തര സ്മരണയിലൂടെ സംരക്ഷിക്കുമ്പോൾ അപ്പോഴും നമ്മൾ ധാർമ്മികതയിലേക്ക് പോകും. അപ്പോൾ കുറ്റബോധത്തിൻ്റെ പ്രശ്നമില്ല. ഇനി ഡി എന്നുള്ള പോയിന്റിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കാനോ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രെയർ, നിരന്തര സ്മരണ, ഈ 4 വളരെ ലളിതമായിട്ടുള്ള പരിശീലന പദ്ധതികൾ ഈ വർണ്ണാശ്രമധർമ്മത്തിലെ 12 സ്റ്റേജുകളിൽ കൂടിയും വളരെ ലളിതമായിട്ടും പ്രാണാഹുതിയുടെ സഹായത്തോടുകൂടിയുള്ള ധ്യാനത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ബാബുജി മഹാരാജിൻ്റെ വിവേകം. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വളരെ ലളിതമായിട്ടുള്ള 4 പരിശീലനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംപ്രേഷണം നമ്മളിലേക്ക് ഒഴുക്കി വളരെ വേഗം നമ്മളിൽ പ്രത്യാഹാരം കൊണ്ടുവന്ന് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ 10-12 സ്റ്റേജുകളിൽ കൂടി വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ഈ പ്രാക്ടീസ് കുറച്ച് നാൾ ചെയ്തിട്ട് നമ്മൾ ഈ വർണ്ണാശ്രമധർമ്മം, അതുപോലെ ഭഗവത്ഗീത, അതുപോലെ പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് ഹാർട്ട്ഫുൾനെസ്സിലെ മഹാഗുരുക്കന്മാരുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് ഒരു അത്ഭുതഭാവം നമ്മളിലേക്ക് വരും. ബാബുജി പറയുക, സെൻസ് ഓഫ് വണ്ടർ ആൻഡ് സെൻസ് ഓഫ് വർഷിപ്പ് ടുഗദർ. ഒരു ആരാധനയും അത്ഭുതഭാവവും കൂടി ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. താങ്ക് യു. നമസ്കാരം.